സംസ്ഥാനത്ത് വേനൽ മഴയിൽ വ്യാപക നാശനഷ്ടം. മലപ്പുറം എടവണ്ണയിൽ മിന്നലേറ്റ് വയോധികൻ മരിച്ചു. കോഴിക്കോട് മാവൂർ മേഖലയിൽ മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. മഞ്ചേരിയിൽ ഓട്ടോറിക്ഷകൾക്ക് മുകളിലേക്ക് മരക്കൊമ്പ് കടപുഴകി വീണു. കൊച്ചിയിൽ കനത്ത മഴയിൽ റോഡുകളിൽ വെള്ളക്കെട്ട്. ഗോശ്രീ പാലത്തിൽ ഗതാഗത കുരുക്ക്. പത്തനംതിട്ട പന്തളം കടയ്ക്കാട് ട്രാൻസ്ഫോമറിന്റെ മുകളിൽ മരം വീണു. തുമ്പമണ്ണിൽ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. ആലപ്പുഴ പുന്നപ്ര അറവുകാട് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഗോപുരം തകർന്ന് KSRTC ബസ്സിന് മുകളിൽ വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഷാഹിദ് റഹ്മാനും ഷാവാസ് അഹമ്മദും നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ഷഹദാണ് മലബാറിൽ നിന്നുള്ള മഴയുടെ വാർത്തകൾ നൽകുന്നത്. ഷഹദ്, കാത്തിരുന്ന മഴയാണ് കണ്ണീരായി മാറിയത്. എത്രത്തോളം അപകടങ്ങൾ മലബാർ മേഖലയിൽ? മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് അതിശക്തമായിട്ടുള്ള ചൂടാണ് സംസ്ഥാനത്തുടനീളമുള്ളത്. അതിനിടയിലാണ് ഈ വേനൽ മഴ വന്നു ചേർന്നിട്ടുള്ളത്. പക്ഷേ ആ വന്നു ചേർന്ന വേനൽ മഴ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അല്പസമയം മുൻപ് മലപ്പുറത്ത് നിന്ന് വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ മലപ്പുറം എടവണ്ണയിലാണ് മിന്നലേറ്റ് ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പാലപ്പറ്റ സ്വദേശിയായിട്ടുള്ള കാരി എന്ന് പറയുന്ന 65-കാരിയാണ് മരിച്ചിട്ടുള്ളത്. വീട്ടുമുറ്റത്ത് നിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. മറ്റൊന്ന്, കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിലാണ് ഇന്ന് പ്രധാനമായിട്ടും മഴയുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കുറ്റ്യാടി, നാദാപുരം, അതുപോലെ തന്നെ മാവൂർ തുടങ്ങിയ മേഖലകളിലാണ് കാര്യമായിട്ട് മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ കുറ്റ്യാടി, നാദാപുരം തുടങ്ങിയ ഇടങ്ങളിൽ കൃഷി മേഖലയിലാണ് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ വാഴത്തോപ്പ് അല്ലെങ്കിൽ ഈ കൃഷിയിടങ്ങളിലൊക്കെ തന്നെ ഈ കൃഷി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാവൂരിൽ ഏകദേശം 3 വീടുകളുടെ മുകളിൽ മരം കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ അവിടുത്തെ വൈദ്യുതി താറുമാറാകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. വൈദ്യുതി ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ KCBയുടെ ഭാഗത്തു നിന്നുണ്ട്. ഒപ്പം തന്നെ ഈ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണത് ആ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടിയും ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നഗരമേഖലകളിലേക്ക് വരുന്ന സമയത്ത് കടുത്ത വലിയ കാറ്റും ഒപ്പം തന്നെ ഇടിമിന്നലുമുണ്ട്. എന്നാൽ ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴ മാത്രമാണ് നഗരമേഖലകളിൽ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയത്ത് മലയോര മേഖലകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ അവിടെ വെള്ളക്കെട്ട് വലിയ രീതിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പലയിടങ്ങളിലും കടകളിലേക്കുമൊക്കെ തന്നെ ഈ വെള്ളം കയറിയതിനാൽ അവിടെയുള്ള സാധനങ്ങൾക്കൊക്കെ തന്നെ കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളതാണ് ആ മേഖലകളിലുള്ള ആളുകൾ നമ്മെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ മാവൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ 3 വീടുകൾക്ക് കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചു. പക്ഷേ ആർക്കും തന്നെ കാര്യമായിട്ടുള്ള പരിക്കുകളില്ല. ഈ സംഭവം നടന്ന ഉടൻ തന്നെ 2 വീടുകളിലുള്ള ആളുകൾ ഓടി രക്ഷപ്പെടുകയും ഒരു വീട്ടിൽ ആൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഭാഗ്യമെന്ന് പറയട്ടെ. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല. മറ്റിടങ്ങളിലൊന്നും തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുമില്ല. നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട്. ശരി, ഷാഹിദ് റഹ്മാനാണ് മലബാർ മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.